ആ കള്ളു കുടിച്ചപ്പോ പോലും വല്ലാത്തൊരു പരവേശം, എന്താണെന്ന് അറിയില്ല. എന്റെ അപ്പൻ എന്തിനാ നീ വിഷം കൊടുത്തു വന്നത്? എന്തായി കാണിക്കാൻ? എന്റെ അപ്പൻ വിഷം കൊടുത്തു തന്നു. എന്റെ അപ്പന് വിഷം കൊടുത്തു. എന്താ ബാബു ഈ പറയുന്നേ? ഒരു കുടുംബത്തെ പോലെ കഴിയും ഞങ്ങൾ ചെയ്യുവോടാ ബാബു മോനെ? വരാൻ നീ എന്താടേ കാണിക്കുന്നേ? കണ്ണു കുടിക്കുന്നോ? ഇല്ല ചേച്ചി, ആദ്യമായിട്ടും അവസാനമായിട്ട് കുടിക്കുക. ചേച്ചി എന്നോട് മാപ്പാക്കണം. എന്താ എന്താടാ? വർക്കിച്ചായന് കള്ളില് വിഷം ചേർത്ത് കൊടുത്തത് ഞാനാ. എന്താ നിങ്ങൾക്കൊക്കെ പറ്റിയേ? ഈ മഹാപാപിയെ വർക്കിച്ചായന് വിഷം കൊടുത്തു തന്നെ. എന്തിനാ നീ ഇത് ചെയ്ത്? ആര് പറഞ്ഞിട്ടോ? ആരാ നിനക്ക് വിഷം തന്നെ? എവിടെ നിനക്ക് വിഷം കിട്ടിയേ? പറടാ, ആര് പറഞ്ഞിട്ടാ നീ ഇത് ചെയ്ത്? എന്താണ് കേൾക്കുന്നേ? അപ്പോ അയ്യോ അപ്പോ 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 അയ്യോ മകളെ ആ ചെറുക്കൻ ചാകുന്നതിന് മുമ്പ് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് ആർക്കറിയാം? കൊലപാതകം ചെയ്യുന്നവനും ചെയ്യിക്കുന്നവനും ശിക്ഷ ഒന്നാ. അറിയാം. എല്ലാവരും എല്ലാവരുമല്ല, നീയും ഇവനും. ഒന്നും ചോദിക്കാതെയും പറയാതെയും അല്ലേ ഒക്കെ കാട്ടിക്കൂട്ടിയത്? അനുഭവിച്ചോ? ആ, അച്ഛന് വേണ്ടി ഒക്കെ ചെയ്തതും ചെയ്യിച്ചതും വർക്കിയോട് എങ്ങനെയും പ്രതികാരം ചെയ്യണമെന്ന് അച്ഛനായിരുന്നു വാശി നിർബന്ധം. ശരിയാ. ഇത്രയും കാലം ഞാൻ നോമ്പ് നോറ്റിരുന്നത് വർക്കിയെ കൊല്ലാനായിരുന്നില്ല. അവനും അറിയണം ഞാൻ അനുഭവിച്ച വേദനയുടെ നീറ്റലും പോകത്തിലും. ലാലിച്ചനെ വർക്കിയിൽ നിന്ന് പഠിച്ചെടുത്തപ്പോ ഞാൻ ജയിച്ചു തുടങ്ങിയായിരുന്നു. ഒക്കെ നീ നശിപ്പിച്ചില്ലേ? ഇനി ചത്തുപോയതിനോട് എന്ത് പ്രതികാരമാടാ? സ്വന്തം മോനായി പോയി. ഇല്ലെങ്കിൽ ഞാൻ തന്നെ നിന്നെ പോലീസില് ആയിക്കോ. എന്ത് വേണമെങ്കിലും ആയിക്കോ. അച്ഛന് വേണ്ടി മകൻ തൂക്കിലേറാ. എന്തിനു വേദനും അച്ഛന്റെ നെഞ്ചി ചവിട്ടി ജയിച്ചവനെ കൊല്ലിച്ചത് തെറ്റായി പോയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അച്ഛന്റെ കണക്കുകൾക്ക് അപ്പുറം കൂട്ടിയവനാ ഞാൻ. വർക്കിയ ചെക്കനും ചത്തതിന്റെ കാരണക്കാരൻ അവനാകും. ബാബു, എടാ, കേശവനാണ് ഒക്കെ ചെയ്യിച്ചതെന്ന് ആ ചെക്കൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേശവനെ എന്ത് ചെയ്യണോന്ന് എനിക്കറിയാം. ഭരതമുഞ്ഞ് എന്നെയും കൊല്ലാനാണോ? ഡോ, കുറച്ചു ദിവസം താനൊന്ന് മാറി നിൽക്കണം. എല്ലാം ഒന്ന് ആറി തണുക്കുന്നത് വരെ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. കുറച്ച് വിഷം തരായിരുന്നില്ല നിനക്ക്? സത്യം പറ. സത്യം സാറേ ഞാൻ പറയുന്നത്. എനിക്കൊന്നും അറിയത്തില്ല. എനിക്കൊന്നും അറിയത്തില്ല സാറേ. ആ ബാബു പറഞ്ഞിട്ടല്ലടാ നീ വർക്കിക്ക് വിഷം കൊടുത്തു വന്നത്. തെളിവ് നശിപ്പിക്കാൻ ചെറുക്കനെ. ഇല്ല സാറേ, അവനാ ഇതൊക്കെ ചെയ്തത്. എന്റെ അച്ഛനൊന്നും അറിയില്ല. മാറി നിൽക്കണേ. തന്തയെ കൂടി അവർ പറയിപ്പിച്ചോളാം. ഞാൻ ഞാൻ പാവമാണ് സാറേ. സാറേ സാറേ വർക്കിച്ചാന്റെ കൂട്ടുകാരാണ് സാറേ. സാറേ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാറേ. സാറേ എന്നെ ഒന്നും ചെയ്യല്ലേ. അയ്യോ എന്നെ കൊണ്ടുപോകണേ സാറേ. അച്ഛനെ പോലീസുകാർ കൊണ്ടുപോയി. വർക്കിച്ചാന്റെ അപ്പൂനെ കള്ളിൽ വിഷം കൊടുപ്പിച്ചത് പാപ
ബാബുവിനെ നീ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? സത്യമായിട്ടും ബാബു എവിടെയാണ് എനിക്ക് അറിയില്ലേ സാറേ. അയ്യോ അയ്യോ നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ പറ്റുമോ? അയ്യോ ഭാസ്കരനെ തല്ലരുത്. ഓ സാറ് വന്നോ? വാടാ വാടാ അങ്ങോട്ട്. നീ പറഞ്ഞിട്ടല്ലടാ ഇയാളെ വർക്കിക്കും പയ്യനും കള്ളിൽ വിഷം ചേർത്ത് കൊടുത്ത് കൊന്നത്. ഹലോ ഇവർ രണ്ടുപേരും നിരപരാധികളാണ് സാർ. നീ ആരവരുടെ വക്കീലോ? പടച്ചോനാണ് സത്യം. താനും പോടും സാറേ ബാബു മോൻ ഓടോ. ഇവനെ കൊണ്ട് സത്യം പറയിപ്പിച്ചിട്ട് തന്നെ ആ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചോളാം. സാറേ ദൈവത്തോട് ഒന്നും വാടാ. പറടാ എന്തിനാ നീ ഇതൊക്കെ ഇവനെ കൊണ്ട് ചെയ്യിപ്പിച്ചത്? സാർ എനിക്കൊന്നും അറിയില്ല സാർ. അമ്മച്ചി ബാബുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വർക്കിച്ചാനെ അപ്പൂനെയും കൊന്നത് ബാബു ആണെന്നും പറഞ്ഞ അവര് തല്ലി ചതച്ചോണ്ടിരിക്കുക അവിടെ. മോനെ ബാബുവിനെ പോലീസുകാർ പിടിച്ചെന്ന്. നിനക്കെന്താടാ ഇവിടെ കാര്യം? ലാലിച്ച അവനെ സ്റ്റേഷനിലിട്ട് കണ്ടമാനം ഉപദ്രവിക്കുകയാണെന്ന്. 2 കൊലപാതകം ചെയ്തവനെ പിന്നെ പോലീസുകാർ കൊണ്ട് ഓമനിക്കോ? എന്താടി നിനക്കൊന്നും പറയാനില്ലേ? ലാലിച്ചായ ഒന്ന് പോയി ഇറക്കി കൊണ്ടുപോവാ. അങ്ങനെ എന്തെങ്കിലും ലാലിച്ച ഓടാ പോയി അവനോട് പറഞ്ഞേക്ക് പോലീസുകാരുടെ നിന്ന് രക്ഷപ്പെട്ടാലും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. പൊയ്ക്കോളൂ, ജാമ്യത്തിലെടുത്തിട്ടുണ്ട്. തൽക്കാലം നീ രക്ഷപ്പെട്ടു. ഞാൻ വിളിക്കുമെങ്കിൽ വന്നേക്കണം. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ. മറക്കലൊരിക്കലും. ബാബുട്ടൻ വീട്ടിലോട്ടില്ലേ? അവിടെ എല്ലാവരും വിഷമിച്ചിരിക്കുക. വർക്കയുടെ വണ്ടിയും കാള ആയതുകൊണ്ടാ ഒരു വിലപേശലും ഇല്ലാതെ ഉറപ്പിക്കുന്നത്. അനിയൻകുട്ട, അപ്പന്റെ കാളകളെ വിൽക്കരുത്. ഈ കാളയും വണ്ടിയും അപ്പൻ അത്ര പ്രിയപ്പെട്ടതായിരുന്നു. അവറ്റ ചാവുന്നവരെ ആർക്കും കൊടുക്കരുതെന്ന് അപ്പൻ എന്നോട് പറഞ്ഞതാ. അപ്പൻ എന്ത് പറഞ്ഞു എന്ത് പറഞ്ഞില്ല എന്ന് പറഞ്ഞുണ്ടാക്കാൻ നിനക്കൊരു പാടുമില്ലല്ലോ. അനിയൻകുട്ട, എന്നെ ഒന്ന് വിശ്വസിക്ക്. നിന്നെ വിശ്വസിക്കണമെങ്കിലേ എന്നെയും ഇടവ പള്ളിയിലോട്ട് എടുക്കണം. നിങ്ങൾ കാളെ കൊണ്ട് പോ. കൊണ്ടുപോകുന്നില്ല. മര്യാദക്ക് വാങ്ങിയ കാശ് തിരിച്ചു കൊടുത്തൊക്കെ കാളെ വെക്കുന്നില്ല. അത് പറയാൻ നീ ആരാടാ? എന്റെ അപ്പന്റെ മുതൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇനി മേലാൽ ഏതവനെങ്കിലും അപ്പന്റെ വണ്ടിയും കാളയ്ക്ക് വില പറഞ്ഞു വന്നാണ്ടല്ലോ വന്ന കാലം തിരിച്ചു പോവില്ല. എന്താ എന്താ മോനെ? ലാലിച്ച് നമ്മുടെ വണ്ടിയും കാളം വിൽക്കാൻ നോക്കിയായിരുന്നു. ഞാനത് തടഞ്ഞതാ. കർത്താവേ, ഈ മനുഷ്യന് ഇത് എന്ത് പറ്റി? മാറി. ഇവൻ ഇപ്പൊ ഇവിടെ ഇറങ്ങണം. ഈ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കാൻ ഞാനുണ്ട്. ലാലിച്ച, നീ എന്തായി പറയുന്നേ? ഈ വീട്ടിൽ എനിക്കാണോ വില, ഈ നിൽക്കുന്നവനാണോ എന്ന് എനിക്കിപ്പോ അറിയണം. അതിന് മാത്രം എന്താ ഇവിടെ ഉണ്ടായത്? കാളുകളെ ആർക്കും കൊടുക്കരുതെന്ന് അപ്പം പറഞ്ഞല്ലേ? ഇറങ്ങുന്നോ അതോ ഇറക്കി വിടണോ? ലാലിച്ച, ഞാൻ പോവാ അമ്മച്ചി. ഇടാ മോനെ, ഈ അമ്മയെ വിട്ടിട്ട് പോണം. നിങ്ങളുടെയൊക്കെ സ്വസ്ഥത ഇല്ലാണ്ടാക്കിയിട്ട് എനിക്കൊന്നും വേണ്ട. ലാലിച്ച, ബാബുട്ടിനെ പറഞ്ഞയക്കരുത്. നിനക്ക് അത്രയ്ക്ക് ദണ്ണോണേ നീ പൊയ്ക്കോ കൂടെ. ഈ വണ്ടിയും കാളം ഞാൻ കൊണ്ടുപോവുക. തടയരുത്. ഇല്ല, പിച്ചക്കാരെ നടക്കാൻ തുടങ്ങിയ കാലം തൊട്ട് അപ്പന്റെ കൂടെ പാടത്തും പറമ്പിലും ഒക്കെ ഒരുപാട് വേർപ്പൊഴുക്കിയതല്ലേ. നാട്ടുകാർ പറയരുതല്ലോ ഞാൻ വെറും കൈയോടെ ഇറക്കി വിട്ടു. കൊണ്ടുപോയിക്കോ. ബാബുട്ടിന് എവിടെ പോയാലും ഞാനും ഉണ്ടാവും കൂടെ. വേണ്ട, എവിടേക്കാ എങ്ങോട്ടാ എന്നൊന്നും എനിക്കൊരു തിട്ടമില്ല. ബാബുട്ടിന് എന്റെ വീട്ടിൽ താമസിക്കാലോ. അവിടുന്ന് ആരും ഇറക്കി വിടില്ല. അല്ലോ അതേതായാലും വേണ്ട. അങ്ങനെ ഒന്നിച്ചുള്ള താമസമൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി. എനിക്കുണ്ട് ഒരു കൊച്ചു വീട്. വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലെന്നേ ഉള്ളൂ. ബാബുവിന് അവിടെ താമസിക്കാം. വേണ്ട തുട്ടി. മോനെ ബാബു, എന്റെ പറമ്പില് എവിടെ വേണമെങ്കിലും കൂര കെട്ടി താമസിക്കാൻ നിനക്ക്. ഔദാര്യായിട്ടല്ല, അവകാശമായിട്ട് തന്നെ. ഉണ്ണിത്താൻ കിടപ്പെടുത്തിയ എന്റെ പുരയിടത്തിന്റെ ആധാരം മടക്കി വാങ്ങി തന്നതിന്റെ ഒരു ചില്ലി കാശ് പോലും തിരിച്ചിടാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക്. വർക്കിയോടും നിന്നോടുള്ള എന്റെ കടവും കടപ്പാടും അങ്ങനെയെങ്കിലും തീർക്കാലോ എനിക്ക്. നീ ഈ നാട്ടിൽ കഴിയേണ്ടത് ഞങ്ങളുടെയും കൂടി ആവശ്യമാണ്.